ഹലോ ഗൈസ്, വെൽക്കം ടു മലുബീസ്. അങ്ങനെ നമ്മളിന്ന് നമ്മുടെ ഓണം സ്പെഷ്യൽ വീഡിയോയുടെ പാർട്ട് 2 ആണ് ഇവിടെ ചെയ്യുന്നത്. പാർട്ട് 1 നിങ്ങളെല്ലാവരും കണ്ടായിരുന്നല്ലോ. നമ്മളെന്താ ചെയ്തത്, നമ്മൾ പുറത്ത് പോയി അവിടെ ചെന്ന് അവിടുത്തെ വൈൽഡ് ഫ്ലവേഴ്സ് ഒക്കെ പറിച്ച് നമ്മളത് പിച്ചി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ ചാലഞ്ചസ് ഫേസ് ചെയ്തു. ആ ചാലഞ്ചസ് ഒക്കെ നമ്മൾ ടാക്ടിക്കലി ഓവർകം ചെയ്തു, എൻ്റെ ബ്രെയിൻ യൂസ് ചെയ്ത്. അപ്പോൾ ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ പറിച്ച പൂക്കൾ നമ്മളിടുക, എന്നിട്ടെന്താ ഓണസദ്യ, ഗെറ്റ് റെഡി വിത്ത് അസ് എന്നുള്ള സെഗ്മെൻറ്റ്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുവാണല്ലോ, ഇനി എന്താ ഗെറ്റ് റെഡി വിത്ത് അസ് എന്നുള്ളത്. പക്ഷേ ആക്ച്വലി ഇതല്ല. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് സാരിയൊക്കെ കൊടുക്കണ്ടേ. കാര്യം ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കാരണം സാരിക്കകത്ത് കയറുമെന്ന് ഡൗട്ടുണ്ട്. പക്ഷെ എന്നാലും സാരി ഉടുത്ത് സെറ്റ് മുണ്ട് അതൊക്കെ കൊടുക്കണമാണല്ലോ നമ്മുടെ ഓണം ഫീൽ തന്നെ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ പൂക്കളിടാനുള്ള കൺവീനിയൻസിന് വേണ്ടിയാണ്. അപ്പോൾ സാരി ഉടുത്ത് കഴിഞ്ഞാൽ എന്താ പറ്റണേ, ഇരിക്കാൻ ബുദ്ധിമുട്ട്, തിരിയാൻ ബുദ്ധിമുട്ട്. അപ്പോൾ എന്നാൽ വീട്ടിലിട്ട ഡ്രസ്സ് ഇടാന്ന് വെച്ചാലോ, അതൊരു ഭംഗിയില്ലല്ലോ. അപ്പോൾ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു ഓണം ഫീല് വരുന്ന ഒരു ഡ്രസ്സ്, ഒരു ചുരിദാർ ഞങ്ങൾ എടുത്തിട്ടു. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? നല്ല രസമില്ലേ കാണാൻ? ഒരു ഓണം ഫീലൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇനി ഗെറ്റ് റെഡി വിത്ത് അസ് സെഗ്മെന്റ് നമുക്ക് വേറെ ചെയ്യാം ഇതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ ഇപ്പം നമുക്ക് പൂക്കളം ഇടാം, പൂക്കളുടെ കോലം വരയ്ക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുവരെ ചെയ്തതല്ല ഞാനല്ല. അപ്പോൾ പൂക്കളത്തിൻ്റെ കോലം വരയ്ക്കൽ നൂനുവിൻ്റെ ജോലിയാണ്. കേട്ടോ മട്ടുപോലും കാണിക്കുന്നില്ല ഇതിൽ. അതെൻ്റെ തലയിലില്ല. അപ്പോൾ പുള്ളിനെ കൊണ്ട് നമുക്ക് പൂക്കളം വരപ്പിക്കാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പൂക്കളം ഇടാം. എന്നിട്ട് ബാക്കിയുള്ള സെഗ്മെൻറ്റ് അതോടൊപ്പം പൊക്കോളും. ഓക്കെ, കമോൺ. സോറി ഗൈസ്, അത് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം നാട്ടിൽ വെച്ചിട്ട് ഓണപ്പൂക്കളായിരുന്നു. അത് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഗോൾ അടിക്കാൻ നോക്കിയതാ. നാട്ടിൽ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഓണ സമയത്ത് പോയിരുന്നു. അപ്പോൾ അവിടെ എന്ത് സുഖം. നാണികൾ പുറത്ത് പോയി ഇതുപോലെ കടയിൽ ചെന്ന് വെറൈറ്റി പൂക്കളുകളിൽ നിന്ന് പൂക്കൾ ഞങ്ങൾ പോയി പറിച്ച് സെലക്ട് ചെയ്ത്. അന്ന് ലാവിഷായിരുന്നു. അന്ന് ഞങ്ങൾ അറിയണില്ലല്ലോ ഈ പൂക്കളിൻ്റെ വില. ഇപ്പോഴല്ലേ മനസ്സിലായത്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞാൽ എത്ര സത്യ. അപ്പോൾ അത് കഴിഞ്ഞത്തെ വീഡിയോ. ഇക്കൊല്ലത്തെ വീഡിയോ നമ്മൾ ഇടാൻ പോണല്ലേ ഉള്ളൂ. കോലം വരയ്ക്കാൻ പോണല്ലേ ഉള്ളൂ. അതൊക്കെ ഇല്ലാണ്ട് ഡയറക്റ്റ് കയറി നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അക്കുതാ പതുക്കെ പൂക്കളത്തിന് കോലം വരയ്ക്കാൻ വേണ്ടി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം. കമോൺ ഗൈസ്, നമ്മൾ കോലം വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഒരു കയറും നൂലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പെർഫെക്ഷൻ ഉള്ള പെർഫെക്ഷനൊക്കെ മതി. വലിയ സ്കെയിലും ഇൻസ്ട്രുമെന്റ് ബോക്സും ഒക്കെ ചെയ്തിട്ട് റിയൽ കലാകാരി എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാം പെട്ടെന്ന് വന്നത് കണ്ടോ. നമുക്ക് വരയ്ക്കേണ്ടി വന്നില്ല, സ്കെയിൽ വേണ്ടി വന്നില്ല, അളവ് വേണ്ടി വന്നില്ല, മെഷർമെൻറ്റ് ഒന്നും വേണ്ടി വന്നില്ല. ജസ്റ്റ് ഒരു ചോക്ക് മാത്രമേ വേണ്ടി വന്നുള്ളൂ. കണ്ടോ, കാണുവാൻ അതാണ് പറയുന്നത്. വാ, ഇനി നമുക്ക് പൂക്കളിടാം. ഇതിലേക്ക് ഇനി പൂക്കളിടാം. പൂക്കൾ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ഇംപ്രവൈസേഷൻ, എക്സ്ട്രാ ലെയറുകൾ ആഡ് ചെയ്യുക. കൂടിക്കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല, പെട്ടുപോയി. പക്ഷെ കുറയില്ല. ഇതിനുള്ള പൂക്കളെല്ലാം നമ്മുടെ ഉണ്ട്. അപ്പം നമുക്ക് ഇട്ടിട്ട് വരുംതോറും നമുക്ക് വരച്ച് വരാം. ഓക്കെ, ബാ.
ഈപ്പച്ചൻ 6-ാം മാസം തൊട്ട് ഓണക്കോടി കൊടുത്തു തുടങ്ങിയതാ. ഇത് ഞങ്ങൾക്ക് 1 വയസ്സുള്ളപ്പോൾ കൊടുത്തത്. ഇത് ഞങ്ങൾക്ക് 2 വയസ്സുള്ളപ്പോൾ കൊടുത്തത്. ഇത് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം നാട്ടിൽ പോയപ്പോൾ 3 വയസ്സുള്ളപ്പോൾ കൊടുത്തത്. മാത്തപ്പൻ ആദ്യമായിട്ടാ മുണ്ടെടുത്ത് നോക്കി നിൽക്കണ നോക്കിയേ. മാത്തപ്പ ഈപ്പച്ച ഞാൻ നോക്കുമ്പോ കുറച്ചു മുമ്പ് മാത്തപ്പന്റെ കയ്യിൽ നക്കുക സ്നേഹം കൂടിയിട്ട് അല്ലേ ഈപ്പച്ച? ഒരു ഉമ്മ കൊടുത്തേ, മുഖത്തൊരു ഉമ്മ കൊടുത്തോ, മുഖത്തൊരു ഉമ്മ കൊടുത്തേപ്പാ. സ്നേഹിച്ചങ്ങ് കൊല്ലുക. ഞങ്ങളുടെ പൂക്കളം കണ്ടല്ലോ, ഞാൻ നോക്കിക്കോളൂ. ഈപ്പച്ച പൂക്കൾ ഇടുന്ന പോലെ ഒക്കെ ആക്ട് ചെയ്തേ. ഞങ്ങൾ പൂക്കൾ ഇടുന്ന സമയത്ത് ഈപ്പച്ചൻ സ്കൂളിലായിരുന്നു. അപ്പൊ അത് കാരണം അവൻ സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ പെട്ടെന്ന് വീടിന്റെ മുമ്പിൽ ഒരു പൂക്കളം എന്ന് അവൻ ചോദിക്കുക. അല്ലേ ഈപ്പച്ച? പൂക്കൾ ഇങ്ങനെ ഇടുന്ന പോലെ കാണിച്ച് ആക്ടിനെ കാണിച്ച് അവസാനം തൊടണ്ട, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ ഈ പൂക്കളത്തിന്റെ പിന്നിലുള്ള രഹസ്യം നിങ്ങൾക്ക് അറിയുമോ? ഇല്ലല്ലോ. അറിയണമെങ്കിൽ ഫസ്റ്റ് വീഡിയോ കണ്ടോളൂ. ഫസ്റ്റ് വീഡിയോ കാണുവാണെങ്കിൽ ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഈ പൂക്കളത്തിന്റെ പിന്നിലുള്ള രഹസ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. നാട്ടിൽ ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള പൂക്കൾ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. പക്ഷേ ഇത് കണ്ടോ, ഇതിന്റെ രഹസ്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ നമ്പർ 1 കാണുക. അയ്യോ, ഇങ്ങനെ ഇരുന്നിട്ട് കാല് കഴിക്കണം, എഴുന്നേറ്റ് നിൽക്കുക. മാത്തച്ഛൻ്റെ ഒരു ക്ലോസപ്പ് എടുത്തോ. അങ്ങനെ നമ്മൾ സദ്യക്കുള്ള ആരംഭം തുടങ്ങിയതല്ല. നമുക്ക് സമയം കിട്ടാഞ്ഞത് കാരണം ഫുഡ് കുക്ക് ചെയ്തില്ല. പകരം നമ്മൾ ഓർഡർ ചെയ്യുക ചെയ്തേ ഫുഡ്. പിന്നെ നാട്ടിലെ പോലെ വാഴയില കിട്ടാത്തത് കാരണം നമ്മൾ SAS പേപ്പർ വാഴയുടെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ SAS പേപ്പർ വാഴയുടെയും പുറത്തുനിന്ന് ഓർഡർ ചെയ്ത ഫുഡും വെച്ച് നമുക്ക് നമ്മുടെ സദ്യ കൂട്ടുകൾ തുടങ്ങാം. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. വയറ് നിറഞ്ഞു. അങ്ങനെ ഓണത്തിന് 26 കൂട്ടം ഐറ്റംസ് അല്ലേ? 26 കൂട്ടം ഐറ്റം നമ്മൾ തട്ടിക്കൂട്ട് ഓണമായത് കാരണം അതിന്റെ പകുതിയുടെ അടുത്തുള്ള കറികളേ ഉള്ളൂ. അമ്മയ്ക്ക് ശരിക്കും വിശന്ന് തുടങ്ങി കാരണം അമ്മ കഴിച്ചു തുടങ്ങി. ഇതിന്റെ പുറകിലുള്ള പണി മൊത്തം ചെയ്യുന്നത് അമ്മയായത് കാരണം അമ്മ വേറെ ഒന്നിനും ശ്രദ്ധയില്ല. എല്ലാരെയും കിട്ടും. അമ്മ ധൃതിയില് കഴിക്കുക. അമ്മ കിട്ടില്ലാന്ന് വിചാരിച്ച് അമ്മ മഞ്ഞില്ലാന്ന് വിചാരിച്ച് അമ്മ കുമ്പിട്ട് കിടന്നൊക്കെയാ അമ്മ ചോറുണ്ണത്. ഇതിന് ആക്ച്വലി ഈ നിലത്തിരുന്ന് കഴിക്കണേക്കാട്ടും സുഖം മുകളിലിരുന്ന് കഴിക്കലാട്ടോ. പക്ഷെ ഓണം എന്ന് പറയുമ്പോ ഇതാണല്ലോ, അല്ലേ മാത്തപ്പ? ഇപ്പൊ ഞാൻ ആ പപ്പടെങ്കിലും ഒന്ന് കഴിച്ചേടോ. സാമ്പാറിനൊക്കെ എന്താ സ്വാദ്. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഒപ്പം നമുക്ക് എന്ത് പായസമാണ് കിട്ടിയത്? അടപ്രഥമനാണല്ലോ അല്ലേ? അടപ്രഥമനാണെന്ന് പായസം കിട്ടിയേക്കുന്ന അടപ്രഥമനാണ്. അതിൻ്റെ ഒപ്പം ഞാൻ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാവരും പറയണു ഓണത്തിന് സേമിയ പായസം വിളമ്പില്ലാന്ന്. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, ഞാൻ വിളമ്പും.
ഞാൻ വിളമ്പും എല്ലാവരും കൂടെ തീറ്റിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ 2 കൂട്ടം പായസമുണ്ട്. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചാണെങ്കിലും അറ്റ്ലീസ്റ്റ് പായസം എങ്കിലും വീട്ടിൽ വെക്കാൻ പറ്റി. അപ്പോൾ വീട്ടിൽ വെച്ച പായസവും പുറത്തുനിന്ന് ഓർഡർ ചെയ്ത ഫുഡും അല്ലേ മാത്തപ്പാ? അടുത്ത ഓണത്തിന് മാത്തപ്പന് സദ്യ ഉണ്ടാകുന്ന രീതിയിലാവും. അവിടെ ഒരാളുണ്ട് ഈപ്പച്ചൻ, സദ്യയിൽ ആ പപ്പടം മാത്രം തൊട്ടിട്ടുണ്ടാവും. ചോറെങ്കിലും തൊട്ടിട്ടുണ്ടോ? ചോറ് തൊട്ടിട്ടേ ഇല്ല, പപ്പടം. അന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആശാന് വായിൽ വെച്ച് കൊടുക്കേണ്ടി വരും. ഞാൻ കേട്ടിട്ടുണ്ട് മൂത്ത ആൾക്കാർക്കാണ് അവസാനം എല്ലാം ഈ വായിൽ വെച്ച് കൊടുക്കല്, ഇരുത്തി ഊട്ടല്. 2ാമത്തെ ആളെ കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് നീ വിശ്വസിക്കുന്നു. അങ്ങനെയാണോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ? നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. ഈപ്പച്ചൻ ഫുഡ് തൊടുപോലും ചെയ്യാണ്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. മാത്തച്ഛൻ കരഞ്ഞത് കാരണം അക്കു മാത്തച്ഛനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അമ്മ മാത്രം ഫിനിഷ് ചെയ്തിട്ട് നേരത്തെ എഴുന്നേറ്റ് പോയി. ഞാൻ മാത്രം അവസാനം ബാക്കി. അങ്ങനെ ഒടുവിൽ അക്കു ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വന്നെൻ്റെ പപ്പടം പഴം പായസത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഒരാൾ വന്ന് പൊടിനെയും കൊണ്ട് പോയതുകൊണ്ടാട്ടോ. ആക്ച്വലി വീട്ടിലുള്ള ചെറിയ പിള്ളേരൊക്കെ ഉള്ളപ്പോഴേ ഒട്ടും എളുപ്പമല്ല ചെയ്യല്. പപ്പടം പഴം പായസം. സാമ്പാർ കിട്ടിക്കിട്ടുണ്ട് കേട്ടോ. എനിക്ക് സാമ്പാർ ഏറ്റവും ഇഷ്ടപ്പെട്ടെ. ഈപ്പച്ചന്റെ ഇലയിൽ കറികളുണ്ട്, അതിനകത്ത് തോണ്ടിയെടുത്ത് കഴിക്കേണ്ടി വരും. നല്ല ചവർപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഈ സദ്യയോടുകൂടി ഞങ്ങളുടെ ഓണത്തിന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഏതായാലും നമ്മുടെ ഹോൾ സെറ്റ് ഓഫ് വീഡിയോ ഫ്രം വീഡിയോ 1 കാണാത്തവർ പോയി കാണണം. ഇതിനു മുമ്പിലുള്ള പ്രിപ്പറേഷൻസ് ആണ് അതിനകത്തുള്ളത്. ഇതിലേക്ക് ഞങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതിന്റെ വീഡിയോ ആണ് വീഡിയോ 1-ലുള്ളത്. അങ്ങനെ സദ്യ കഴിഞ്ഞു. ഇതങ്ങ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് അതോടുകൂടി നമ്മുടെ 2024 ഓണം നമ്മൾ ക്ലോസ് ചെയ്യാണ് അല്ലേ? എന്തെങ്കിലും 2 വാക്ക് പറയാനുണ്ടോ? സോറി, പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഹാപ്പി ഓണം. ക്യാമറയുടെ മുമ്പിൽ വന്നതിന് തന്നെ വലിയ സന്തോഷം. ഓരോരുത്തരൊക്കെ വലിച്ചു പിടിച്ച് മുമ്പോട്ട് കൊണ്ടുവരാൻ പെടുന്ന പാട് എനിക്കും ദൈവത്തിനും മാത്രം അറിയാം. അപ്പോ അതെ, എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണ്ടേ? അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ, സ്ഥിരം പറയാറുള്ള പോലെ, നിങ്ങളുടെ ചാനല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യിക്കുക, അവരോടൊക്കെ പറഞ്ഞ് ലിങ്ക് ഷെയർ ചെയ്യുക. അങ്ങനെ പോയി ഞങ്ങളുടെ ചാനല് എല്ലാവരുടെ അടുത്തേക്ക് നിങ്ങൾ എത്തിക്കുക. അങ്ങനെ ഞങ്ങളുടെ വക ഹാപ്പി ഓണം 2020.